السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുവഹിദുകളും മുത്തഖികളുമായി യഥാർത്ഥ പാതയിലൂടെ ജീവിതം നയിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സത്യമാർഗത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകുന്നത്? ലോകത്തിന്റെ തുടക്കം മുതൽക്കുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ കാരണങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടാതിരിക്കുക എന്നുള്ളതാണ് വ്യതിയാനത്തിൽ നിന്നും വ്യതിയാന കക്ഷികളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുക. ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ അരികിൽ നിന്ന് ഹിദായത്ത് വരുമ്പോൾ ആരാണോ ആ ഹിദായത്തിനെ പിൻപറ്റുന്നത് അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിറാത്ത് മുസ്തഖീം അറിയാൻ ഒറ്റ വഴിയേ അള്ളാഹു വെച്ചിട്ടുള്ളൂ. അത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വരുന്ന ഹിദായത്താണ്. അത് കിതാബുകളിലൂടെ നബിമാരിലൂടെ മാത്രം ലഭിക്കുന്നതാണ്, അല്ലാതെ പുരോഹിതന്മാരുടെ ചിന്തകളോ സങ്കല്പങ്ങളോ അല്ല. വ്യക്തമായ പ്രമാണങ്ങളും രേഖകളും അതിനുണ്ടായിരിക്കും. കാലാകാലങ്ങളിൽ ഈ ഒരു ഹിദായത്ത് സമർപ്പിക്കാനാണ് അള്ളാഹു റസൂലുമാരെ നിയോഗിച്ചത്. ആ റസൂലുമാർക്ക് അള്ളാഹു കിതാബുകൾ നൽകിയതും ആ റസൂലുമാരെയും അവർ പഠിപ്പിച്ച കിതാബുകളെയും അവലംബിച്ച കാലത്ത് ജനങ്ങൾ ഒന്നായിരുന്നു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഈ ജനത ഒന്നാണ്. ഫബഅസല്ലാഹു നബിയ്യീൻ, ആ ജനതയിലേക്ക് അള്ളാഹു നബിമാരെ അയച്ചു. മുബശ്ശിരീന വമുൻദിരീൻ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനും നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യാനും. വഅൻസല മഅഹുമുൽ കിതാബ, ആ പ്രവാചകന്മാർക്കൊപ്പം അള്ളാഹു കിതാബ് ഇറക്കിക്കൊടുത്തു. എന്തിനു വേണ്ടി? ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീ, ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹു നബിമാർക്ക് കിതാബ് കൊടുത്തു. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാതു ബഗ്യം ബൈനഹും, അവർക്കിടയിലുള്ള അതിക്രമം തോന്നിവാസം കൊണ്ട് മാത്രമാണ് തെളിവുകൾ വന്നതിന് ശേഷവും അവർ ഭിന്നിച്ചു പോയത് എന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഭിന്നിക്കുന്നു? തെളിവുകൾ പഠിക്കാത്തതുകൊണ്ട്, പ്രമാണങ്ങൾ പരിശോധിക്കാത്തതുകൊണ്ട്, പാരമ്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട്. അബൂജഹൽ മുശ്രിക്കാണ് എന്നും നരകാവകാശിയാണ് എന്നും ഉള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അബൂജഹലിന്റെ ആ പരാജയത്തെക്കുറിച്ചും നരകത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചുപോയതിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞ ന്യായം എന്താ? വഇദാ ഖീല ലഹും ഇത്തബിഊ മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റണമെന്ന് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും, ബൽ, അതവിടെ ഇരിക്കട്ടെ, നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളിൽ എന്താണോ കണ്ടത് അത് ഞങ്ങൾ പിൻപറ്റും. വാപ്പാരും വല്യപ്പാരൊക്കെ അത്രയും കാലം ഈ വിശ്വാസമായിട്ടാണ് നടന്നത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് പുത്തൻവാദികൾ വന്നിട്ട് ആ വിശ്വാസം തിരുത്താൻ നോക്കണ്ട. ഇതാണ് ജനങ്ങളുടെ ന്യായം. പഠിക്കാൻ ആർക്കും സൗകര്യമില്ല. ദുനിയാവിന്റെ ആസ്വാദനങ്ങളും ദുനിയാവിന്റെ സമ്പാദ്യവും ദുനിയാവിന്റെ ജീവിതവും മേൽക്കുമേൽ അത് സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചിലിനും പരിശ്രമത്തിനുമിടയിൽ
അവന് സ്വന്തം നഫ്സും ആത്മാവും നരകത്തിന്റെ പടുകുഴിയിലേക്കാണ് പതിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ദുനിയാവിന്റെ ആസ്വാദനങ്ങളും ഡാൻസും പാട്ടും കൂത്തും അതിന്റെ പിറകെയാണ് സഞ്ചാരം. അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദീനല്ല, ദീനിന്റെ തഖ്വയുടെ ആധാരങ്ങളല്ല, കിതാബുകളല്ല, പ്രമാണങ്ങളല്ല എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അള്ളാഹു പറയുന്നത് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വെളിച്ചവും വ്യക്തമായ പ്രമാണരേഖയും വന്നിട്ടുണ്ട്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാന, അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റുന്നവൻ ആരാണോ അവരെ ആ പ്രകാശത്തിലൂടെ അള്ളാഹു നേർവഴിയിൽ നയിക്കും. സുബുലസ്സലാം, അതായത് സമാധാനത്തിന്റെ വഴികളിലൂടെ നയിക്കും. വയുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, ആ ബിഇദ്നി, അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് ആ പ്രകാശം അഥവാ ആ പ്രമാണം മുഖേന ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൻ അവരെ നയിക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. വയഹ്ദീഹിം ഇലാ സിറാത്തി മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് അവൻ അവരെ നയിക്കും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ ബേജാറാകേണ്ട ഒരു കാര്യവുമില്ല. ചില സാധാരണക്കാർ പറയാറുണ്ട്, അവരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, മറ്റേ പാർട്ടിക്കാർ അങ്ങനെ പറയുന്നു, അവർ തന്നെ രണ്ട് ഗ്രൂപ്പായപ്പം ഒരുത്തൻ ഇങ്ങനെ പറയുന്നു, മറ്റവൻ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? അത് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, പഠിക്കണം. വൈൻ തുതിയൂഹു തഖ്തദൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ ഹിദായത്ത് കിട്ടും. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് റസൂലിന്റെ ചുമതല. റസൂലിന്റെ ഡ്യൂട്ടി പിൽക്കാലത്ത് നിർവഹിക്കുന്നത് പണ്ഡിതന്മാരാണ്, പ്രബോധകന്മാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ എന്താണ് ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കേണ്ടത് പണ്ഡിതന്മാരുടെ ജോലി. ആ ചര്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, നബിചര്യയിൽ നിന്ന് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഭൗതിക തൽപരരായ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് ആ പൗരോഹിത്യം തിരിച്ചറിയാൻ തെളിവുകളിലൂടെ വിഷയം പഠിക്കുക എന്നതു മാത്രമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാടുള്ളതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ അവർക്ക് സ്വന്തമായ മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞത് അങ്ങനെയായിരിക്കും, കിതാബിൽ അങ്ങനെയായിരിക്കും, പക്ഷേ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതിനെയാണ് ഞങ്ങൾ പിൻപറ്റുക എന്ന് പറയാൻ പറ്റുകയില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നത് അവർ വ്യക്തമായ വഴികളിൽ അകപ്പെട്ടു കഴിഞ്ഞു എന്ന് താക്കീത് നൽകി. എന്തുകൊണ്ടാണ് വ്യതിയാന കക്ഷികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞു, വലാ തദൂ മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്ത ഒരാളോടും നീ ദുആ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ശൈഖയെ കാക്കണേ, ബീവിയെ രക്ഷിക്കണേ, തങ്ങളെ സഹായിക്കണേ എന്നിങ്ങനെ റബ്ബിനോട് തേടുന്ന തേട്ടങ്ങൾ ഒരിക്കലും സൃഷ്ടികളോട് പാടുള്ളതല്ല. മാലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതായിട്ടുള്ള. നമ്മൾ സൃഷ്ടികളെ വിളിച്ചാൽ, അമ്പിയാക്കളെ വിളിച്ചാൽ, ഔലിയായിനെ വിളിച്ചാൽ, മലക്കുകളെയോ ജിന്നുകളെയോ വിളിച്ചു തേടിയാൽ അവർക്കൊന്നും റബ്ബിനോട് നാം വിളിച്ചു തേടിയാൽ റബ്ബ് ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം നൽകാൻ, ഉപകാരം ചെയ്യാനോ ദോഷം ചെയ്യാനോ അവർക്കൊന്നും സാധിക്കുകയില്ല. ഫൈൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, നീ എങ്ങാനും അപ്രകാരം ചെയ്താൽ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം ശൈഖയെ രക്ഷിക്കണേ, ബീവിയെ കാക്കണേ എന്നെങ്ങാനും വിളിച്ചുപോയാൽ നീ അക്രമികളിൽ അഥവാ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. സൂറത്ത് യൂനുസിലെ 106-ാമത്തെ ആയത്ത്. 107-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു നിനക്ക് ഒരു ദോഷം വരണമെന്നാണ് തീരുമാനിച്ചത് എങ്കിൽ അതിനെ അനാവരണം ചെയ്യാൻ, നീക്കം ചെയ്യാൻ അവനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. അല്ലാഹു നമുക്കൊരു രോഗം തന്നു, അല്ലെങ്കിൽ ഒരു നഷ്ടം തന്നു, ഒരു വേദന തന്നു, ഒരു കടബാധ്യത തന്നു, എന്തെങ്കിലും ഒരു പിണക്കമോ ഒരു പ്രയാസമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന, നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് റബ്ബിൽ നിന്നുള്ളതാണ് എന്നത് ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതാണ് എന്നെല്ലാവർക്കും അറിയാം. ഗുണദോഷങ്ങൾ റബ്ബിന്റെ തീരുമാനമനുസരിച്ച് മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളോ വിഷമങ്ങളോ നഷ്ടങ്ങളോ ദുഃഖ
ദുഃഖങ്ങളോ ജീവിതത്തിൽ അനുഭവിച്ചാൽ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കണം, അവനോട് മാത്രം രക്ഷ ചോദിക്കണം. നമ്മുടെ ശരണതേട്ടം അള്ളാഹുവോട് മാത്രമായിരിക്കണം. അള്ളാഹു നിനക്കൊരു ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തെ തടയുവാൻ ഒരുത്തനും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹു നൽകുന്ന ഗുണങ്ങൾ അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ബാധിക്കുക. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കുന്നവനും അളവില്ലാതെ കരുണ ചൊരിയുന്നവനുമാണ് എന്ന് സൂറത്ത് യൂനുസിലെ 106, 107 ആയത്തുകളിൽ കാണാം. എന്തുകൊണ്ട് അള്ളാഹുവോട് മാത്രം തേടണം? അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ഖുൽ, പറഞ്ഞു കൊടുക്കണം നബിയെ, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഒരുവനാണ്, അതുല്യനാണ്. കൃത്യമായി പഠിപ്പിച്ചു. അല്ലാഹു സ്വമദ്, അള്ളാഹു എല്ലാവർക്കും ആശ്രയം നൽകുന്നവനാണ്, ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നവൻ, വിപൽഘട്ടങ്ങളിൽ സഹായം തേടാൻ കൊള്ളാവുന്നവൻ, അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു സമദ്. മറ്റാരുടെയും ഒരാശ്രയമോ പിൻബലമോ അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹുവിന് ഒരു കാര്യം നടക്കണമെങ്കിൽ മലക്കുകളെ നോക്കേണ്ടതില്ല, ജിന്നുകളെ നോക്കേണ്ടതില്ല. ഇദാ ഖദല്ലാഹു അംറൻ ഫയഖൂലു ലഹു കുൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, തീരുമാനിച്ചാൽ ഉണ്ടാകട്ടെ എന്ന് പറയുകയേ വേണ്ടൂ. ഫയക്കൂൻ, അപ്പോഴതുണ്ടാകും. അള്ളാഹു ഒരു കാര്യം ഉണ്ടാകാൻ തീരുമാനിച്ചാൽ അതുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, അതുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായികളോ സഹകാരികളോ ആയി ലോകത്തൊരു സൃഷ്ടിയെയും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. മലക്കുകൾക്ക് അള്ളാഹു ഡ്യൂട്ടി കൊടുത്തത് മലക്കുകൾ എന്ന നിലക്ക് അവർക്കുള്ള ഡ്യൂട്ടിയാണ്. ജിന്നുകൾക്ക് അള്ളാഹു ഉത്തരവാദിത്തം കൊടുത്തത് ജിന്നുകൾ എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ്. മനുഷ്യർക്ക് അള്ളാഹു ബാധ്യതകൾ നൽകിയത് മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ അള്ളാഹുവിനെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് ക്ലിയറാണ് വിഷയം. അള്ളാഹു ഒരുവനാണ്, അവൻ എല്ലാവർക്കും ആശ്രയം നൽകുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചതുമല്ല. മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന വിശ്വാസമാണ് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന വിശ്വാസമാണ് ക്രൈസ്തവ സമൂഹത്തിനുള്ളത്. ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന വിശ്വാസമാണ് യഹൂദികൾക്കുള്ളത്. ഇങ്ങനെ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന വിശ്വാസത്തെ അള്ളാഹു ഖണ്ഡിക്കുന്നു. ലം യലിദ്, അവന് പുത്രന്മാരോ പുത്രിമാരോ ഇല്ല. വലം യൂലദ്, അവനാകട്ടെ ഒരു പുത്രനായി ജനിച്ചതുമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പുത്രനാണ് ഈസാ എന്ന് പറഞ്ഞാൽ പുത്രനായി ജനിക്കുക എന്നത് അള്ളാഹു ആകാനുള്ള യോഗ്യതയല്ലാതെ അയോഗ്യതയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ക്ലിയറായി ആ വിഷയം അവസാനിപ്പിക്കുന്നു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ കഴിവുകൾ അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു മാത്രമാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവോട് മാത്രമേ ചോദിക്കാവൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണ്? റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട സഹായതേട്ടങ്ങളും പാപമോചനങ്ങളും കുത്തുബിയത്ത് ചൊല്ലിയും മാലകൾ ചൊല്ലിയും മൗലിദുകൾ പാരായണം ചെയ്തും അള്ളാഹുവിനോട് മാത്രമുള്ള തേട്ടങ്ങൾ അബ്ദുൽ ഖാദർ ജീലാനിയോടും മുഹമ്മദ് നബിയോടും വിവിധ സൃഷ്ടികളോടും തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മത്ത് അധപ്പതിക്കാനുള്ള ഒന്നാമത്തെ കാരണം ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളാണ്. ത്വരീഖത്തുകളെ ആവാഹിച്ച പാർട്ടികളും സംഘങ്ങളും സംഘടനകളുമാണ് കേരളത്തിലെ ആൾബലമുള്ള വലിയ വലിയ ഇസ്ലാമിക സംഘടനകളും പ്രസ്ഥാനങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ത്വരീഖത്തുകളെ മാറ്റി നിർത്തി അറിയപ്പെട്ട പ്രസ്ഥാനങ്ങളൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല സലഫികളല്ലാതെ എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇവിടെ അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞു. അള്ളാഹു ഒരുവനെന്ന് പറഞ്ഞാൽ നബി ഒരിക്കലും അള്ളാഹു ആവുകയില്ലെന്നാണല്ലോ. അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ലെന്നും അവൻ സന്താനമായി ജനിച്ചതല്ലെന്നും പറഞ്ഞാൽ ഒരു നബി അള്ളാഹുവിന്റെ കഴിവുകൾ ഉള്ളവൻ ആവുകയില്ല എന്നാണല്ലോ. ഒരു നബിയിലും റബ്ബിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ. യാതൊരു സംശയവും അതിൽ ഇല്ല. എന്നാൽ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന തത്വത്തെ ഇന്ന് കേരളത്തിലെ അറിയപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മുസ്ലിം പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കന്മാരും അംഗീകരിക്കുന്ന ഒരു ഇമാമുണ്ട്. ആരും തള്ളിക്കളയുന്നില്ല. ഏത് ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പേരാണെങ്കിലും ഞാൻ ഓരോ പേരും എടുത്തു പറയാത്തതും ഒരു പാർട്ടി പ്രസംഗം ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയേ പറ്റും. ഇമാം ജിയലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്.
പണ്ഡിതനുണ്ട്. അയാളുടെ അറബി ഭാഷയിൽ വന്ന ആശയങ്ങളാണ് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന മുസ്ലിം പണ്ഡിതന്മാരും പുരോഹിതന്മാരും കൊണ്ടു നടക്കുന്നതും. അതിന് മലയാള വിവർത്തനങ്ങൾ നമ്മുടെ ഈ വളയഞ്ചേരിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് അതിന് വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിവർത്തനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരാൾ ഈ ഇമാം ജിയലി പറയുകയാണ്, ഖാലല്ലാഹു തആല ഖുൽ യാ മുഹമ്മദ്, ഖുൽ ഹുവല്ലാഹു അഹദിനെ വിശദീകരിക്കുന്ന കോലമാണ്. അതായത് അള്ളാഹു പറയുന്നു, ഓ മുഹമ്മദേ, ഹുവ അവൻ, അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ് അതിന്റെ ആശയം. പക്ഷേ ഇയാൾ പറയുന്നു ഐ അൽ ഇൻസാൻ, അഥവാ മനുഷ്യൻ, അള്ളാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. ഫഹാഉൽ ഇശാറത്തി ഫീ ഹുവ, ഇവിടെ ഖുൽ ഹുവ എന്ന് പറയുന്നതിൽ ഹുവയുടെ ആ സൂചനയുണ്ടല്ലോ, ലമീർ ഫീ, അത് എന്താണ്? ഫീ ഹുവ റാജിഉൻ, ആ ഹുവ എന്നതിലെ ഇശാറത്ത് റാജ്, അത് മടങ്ങുന്നത് ഇലാ ഫായിലിൻ, അത് ചെയ്തവനിലേക്കാണ്. ഖുൽ അഥവാ നീ പറയുക, ഖുൽ ഹുവല്ല, നീ പറയുക എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ ഹുവ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നീയാണ്. ഖുൽ നീ പറയുക, ഹുവ അവൻ, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. ഇവിടെ ദുർവ്യാഖ്യാനിച്ചു. ഖുൽ എന്നതിൽ നീയുണ്ട്. ഖുൽ എന്ന് പറഞ്ഞാൽ അർത്ഥം നീ പറയുക എന്നാണ്, അല്ലല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, നീ പറയുക അല്ലാഹു അവൻ ഏകനാണ്. ഇവിടെ ഇമാം ജിയലി പറയുന്നു ഖുൽ എന്നതിലെ നീയാണ് ഹുവ എന്ന അവൻ, അതായത് ശരിക്കും അള്ളാഹു ആണല്ലോ ഹുവ, അവൻ അള്ളാഹു അഹദ്. ഇവൻ പറയുന്നു ആ ഹുവ എന്ന് പറയുന്നത് നീ തന്നെയാണ്. അള്ളാഹുവും മുഹമ്മദ് നബിയും ഒന്നു തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഈ ഖുതുബിയത്ത് ഓതാനിരിക്കുമ്പോൾ ഹദ്ദാദുകൾ നടത്തുമ്പോൾ കൂട്ടത്തിൽ മൗലിദുകളും മാലകളും ചൊല്ലും. അതിലുണ്ട് മുഹമ്മദ് നബിയെ കുറിച്ച് മീമറ്റ അഹമ്മദ് എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. എന്താ മീമറ്റ അഹമ്മദ്? അഹമ്മദ് എന്ന് പറയുമ്പോൾ ഹംസും ഹാവും കഴിഞ്ഞ മീമുണ്ട്. ആ മീം അവിടുന്ന് അറ്റിച്ചു കളഞ്ഞാൽ അഹദാണ് ബാക്കി. അഹദാരാണ്? അള്ളാഹു. അഹമ്മദാരാണ്? മുഹമ്മദ് നബി. മീമറ്റ അഹമ്മദ് എന്ന് പറയുമ്പോൾ അത് ആരാണ്? അള്ളാഹു ആണ്. പറഞ്ഞു വരുന്നത് അള്ളാഹുവും മുഹമ്മദും ഒന്ന് തന്നെ. അള്ളാഹുവിന്റെ ഖുദറത്ത് തന്നെയാണ് മുഹമ്മദ്, അഥവാ അള്ളാഹു തന്നെയാണ് മുഹമ്മദ്. ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം. ഇതാണ് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുടെ ആധാര വിശ്വാസം. സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു വഹ്ദത്തുൽ വുജൂദ്, ഒന്നേ ഉള്ളൂ. ഏകം സത് എന്ന് കേട്ടിട്ടില്ലേ? ഒന്ന് മാത്രമാണ് സത്യം. കൂടുതലുണ്ട് എന്നുള്ളത് വിപ്രന്മാർ, അതായത് വിഡ്ഢികൾ അങ്ങനെ മനസ്സിലാക്കുകയാണ് എന്ന് ഇവിടെയുള്ള അദ്വൈതികൾ പറയുന്ന അതേ തത്വം. അദ്വൈതത്തിന്റെ ഇസ്ലാമിന്റെ വേഷമണിഞ്ഞ പതിപ്പാണ് സൂഫിസം. അതാണ് ത്വരീഖത്ത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇൽമുൽ കലാം എന്ന ഓമന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഞങ്ങൾ ഇൽമുൽ കലാമിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ദീന് പറയുന്നത്. അത് വലിയ ഫിലോസഫിയാണ് എന്നാണ് വെപ്പ്. പക്ഷെ അത് ഫിലോസഫി അല്ല, അത് കുഫറാണ്. ദീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇസ്ലാമിന്റെ തൗഹീദ് എന്ന തത്വത്തെ പൊട്ടിച്ചു കളയാൻ വേണ്ടിയാണ് സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് എന്ന വഹദത്തുൽ വുജൂദിന്റെ വിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ജീലി പറയുന്നത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലാഹു അഹദ് അഥവാ അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ ഖുൽ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ പറയുക, ഹുവ അവൻ, അതായത് അൽ ഇൻസാൻ യഥാർത്ഥ മനുഷ്യൻ. ഹുവ എന്നതിലെ ഇശാറത്തിലെ ഹായ് എന്നത് ഖുൽ എന്നതിലെ അൻത, ഖുൽ അൻത നീ എന്ന ലമീറിലേക്കാണ് എന്നിങ്ങനെ പറഞ്ഞ് ഗായിബും ഹാദിറും ഒക്കെ സമമാണ്. മനസ്സിലായില്ലേ? സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഒക്കെ ചിലപ്പോൾ ഒന്ന് തന്നെയാണ്. നീയും അവനുമൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് അയാൾ വാദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹുവും റസൂലും ഒന്ന് തന്നെ എന്ന് പഠിപ്പിക്കുന്നു. നഊദു ബില്ലാഹ്. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ ഉസ്താദുമാരോട് ചോദിച്ചാൽ, നിങ്ങളുടെ ഇമാമുകളൊക്കെ എങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ, അപ്പൊ അവിടെ പറയും അതൊന്നും നിങ്ങൾ സാധാരണക്കാർക്ക് തിരിയില്ല. ഇങ്ങനത്തെ സാങ്കേതിക സംജ്ഞകളൊക്കെ അതൊക്കെ സൂഫികളുടെ ഇസ്തിലാഹാത്ത്, സാങ്കേതിക പദങ്ങളാണ്. അവർക്കേ തിരിയൂ, വലിയ വലിയ ആലിമുകൾക്ക് തിരിയൂ. സാധാരണ മുസ്ലിയാരുട്ടിക്ക് വരെ അത് തിരിയില്ല. വലിയ അള്ളാഹുവിന്റെ വലിയ നിഅമത്ത് ലഭിച്ച, ബറക്കത്ത് ലഭിച്ച ആളുകൾക്ക് മാത്രമേ അതൊരു നൂറ്റാണ്ടിൽ കുറച്ചാളുകളേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. നഊദു ബില്ലാഹ്. ബഹുജനങ്ങൾക്കൊന്നും മനസ്സിലാകാത്തൊരു ദീനാണ് ഇസ്ലാം എന്നാണ് പുരോഹിതന്മാര് സാധാരണക്കാരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അടച്ചുപൂട്ടിയിട്ട് പകരം മാലപ്പാട്ടുകളും കിതാബുകളും സൃഷ്ടിപൂജയുടെ പദ്യങ്ങളും മീലാദ് മൗലിദുകൾ കിതാബുകളും വകഏടുകളും ഒക്കെയായി നടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഖുർആനിൽ നിന്ന് ആളുകളെ മാറ്റാൻ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു. വൈകുന്നേരം ഇരുന്നിട്ട് ദീന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികൾ. അപ്പൊ അവിടെ ചില സമയങ്ങളിൽ മുസ്ലിയാക്കന്മാർ ക്ലാസ് എടുക്കാൻ വരും. അപ്പോഴും കുട്ടികളിരിക്കും. അപ്പൊ അവിടെ ചെന്നിരുന്ന സമയത്ത് ഒരു മുസ്ലിയാർ അവിടെ ക്ലാസ് എടുത്തു. ഒരു മുസ്ലിയാരിട്ടി വന്ന് ക്ലാസ് എടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ക്ലാസ് എടുത്തപ്പം ഖുർആനിൽ ആയത്തോതി, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്ന് അത് പൊട്ടിപ്പിളർന്ന് കഷ്ണമായി തവിടുപൊടിയായി പോകുമായിരുന്നു, അത് തകിടം മറിഞ്ഞു പോകുമായിരുന്നു എന്ന ആയത്തോതി. അത്ര
ഇത്രയും കട്ടിയുള്ള ഖുർആൻ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആരും മെഡിക്കൽ കോളേജിലെ കുട്ടികളോട് പറയാം, ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു മുസ്ലിയാർ പറഞ്ഞു, എന്താ എന്റെ വസ്തുതി? ഖുർആൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് ഖുർആന്റെ ഗൗരവമാണ്. ഖുർആൻ അടങ്ങിയിട്ടുള്ള വിഷയത്തിന് അത്രയും ഗൗരവമുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമേറിയ ആയത്തുകളാണ് നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരുന്നത്. യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ അങ്ങാടിയിൽ നിന്ന് 10 ഉറുപ്പിക എടുത്തു വാങ്ങുന്ന ഒരു നോവലിന്റെ വില പോലും ഖുർആന് കൊടുക്കാറില്ല എന്നുള്ളത് വേറെ വിഷയം. ആളുകൾ ഖുർആൻ ഒരു പുല്ല് വിലയാണ്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തോന്നിയാൽ ഖുർആൻ പൂട്ടി വെച്ച് അവിടെ ഇരിക്കും. നേരെ മറിച്ച് വല്ല കോമഡിയും കാണുമ്പോൾ, വല്ല സിനിമയും സീരിയലും കാണുമ്പോൾ ഉറക്കം വന്നാലോ രണ്ടാമത് തലക്കെന്ന് ഇട്ടിട്ടത് പിന്നെയും കാണും. അങ്ങനെയല്ല നമ്മളെ രീതി. ദുനിയാവും ആസ്വാദനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ആസ്വദിക്കണം, കാണണം. ഖുർആനാണെങ്കിൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആർക്കോ വേണ്ടിയിട്ട്. അങ്ങനെയല്ലല്ലോ. ഖുർആൻ വളരെ ഗൗരവമുള്ളതാണ്. വെറുതെ റോട്ടിൽ കിടക്കുന്ന ഒരു പേപ്പർ എടുത്താൽ അതിങ്ങനെ കയ്യിലെടുത്ത് വായിച്ചു നോക്കും. കീറിയ കഷ്ണമായിരിക്കും, അതിന്റെ മുകളിലുള്ളതും കാണൂല, അടിയുള്ളതും കാണില്ല, എന്നാലും ഇങ്ങനെ വായിച്ചു നോക്കുന്നതാണ്. എന്നാൽ ഖുർആൻ എടുത്തൊന്ന് മനസ്സിരുത്തി വായിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ഖുർആൻ ജനങ്ങൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നതിന്റെ ഉത്തരം എന്താണ്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കാൻ വേണ്ടി ഖുർആനിനെ തീർച്ചയായും നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ചിന്തിക്കുന്നവനുണ്ടോ? സൂറത്തുൽ ഖമറിൽ 4 സ്ഥലത്താണ് ഈ ചോദ്യം. 4 സ്ഥലത്ത് ഈ വിഷയമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഒരു നാണവും മാനവുമില്ലാതെ മുസ്ലിയാക്കന്മാർ പറയാ ഖുർആൻ ആർക്കും മനസ്സിലാവില്ല. സൂഫികൾ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം, ദീൻ പാമരന്മാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്ന സിദ്ധാന്തമുണ്ടാക്കിയത് യഹൂദ പുരോഹിതന്മാരാണ്. യഹൂദികൾ യഥാർത്ഥ ദീനിൽ നിന്ന് ബഹുജനങ്ങളെ അകറ്റാൻ ഉപയോഗിച്ച തന്ത്രമാണ്. കിതാബുകളിൽ നിന്ന്, തൗറാത്തിൽ നിന്ന് ബഹുജനങ്ങളെ മാറ്റാൻ വേണ്ടി തൗറാത്ത് സാധാരണക്കാരൻ തൊടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അദ്വൈതികൾ വിശ്വാസതാണ്. വേദം സാധാരണക്കാർ തൊടാൻ പാടില്ല, അത് വലിയ വലിയ ആളുകൾക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. ഖുർആനെ കുറിച്ച് ഹുദൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും മാർഗം നൽകുന്നതാണ് ഖുർആൻ. എല്ലാവർക്കും ഖുർആനിന്റെ ആശയം പറഞ്ഞാൽ മനസ്സിലാകും. അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തത് ആർക്കാണ്? പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തത് ആർക്കാണ്? അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, കാരണം പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് മനസ്സിലാകാത്തത് ആർക്കാണ്? ഖുർആനിൽ മനസ്സിലാകേണ്ടതൊക്കെ മനസ്സിലാകും. നമ്മുടെ പരലോകം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും ഏതൊരു വിശ്വാസവും ഏതൊരാചാരവും ഏതൊരു സംസ്കാരവുമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളത് പൗരോഹിത്യം പഠിപ്പിച്ച കള്ളമാണ്. വേദം സാധാരണക്കാർ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതേ പിഴച്ച പൗരോഹിത്യം തന്നെയാണ് തരീഖത്തുകാരും ഇവിടെ കൊണ്ടുവന്നു. ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നഊദു ബില്ലാഹ്. ഖുർആൻ മനസ്സിലാക്കാൻ വഴികളുണ്ട്. എന്താണ്? ഖുർആനെ നബി വിശദീകരിക്കും. അപ്പൊ ഹദീസുകൾ പഠിക്കണം. ഖുർആനിന്റെ പ്രായോഗിക ജീവിതം സ്വഹാബികളാണ്. ഖുർആൻ അനുസരിച്ച് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും ഇടപാടുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ മാറ്റം വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഒരു ഉമ്മത്തിനെ തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്തിട്ടുണ്ട്. അത് സ്വഹാബികളാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, ഫഇന്നാമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. സ്വഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും. അപ്പൊ സ്വഹാബികളുടെ ജീവിതം പഠിക്കണം, സ്വഹാബികളുടെ വിശ്വാസം പഠിക്കണം. സ്വഹാബികളാരും ജാറങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടില്ല. സ്വഹാബികളാരും അദ്വൈത വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. സ്വഹാബികളാരും മീലാദാഘോഷങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ നടത്തിയിട്ടില്ല. സ്വഹാബികളാരും ചാവടിയന്തരങ്ങൾ നടത്തിയിട്ടില്ല. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഈ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടികളൊന്നും സ്വഹാബികളിലോ താബികളിലോ ഉണ്ടായിരുന്നില്ല. അവരിലാണ് ഏറ്റവും കറയില്ലാത്ത ദീനുള്ളത്. കൃത്യമായ ദീൻ സ്വഹാബികളിലാണ്. അവർ വിശ്വസിച്ചതുപോലെയാണ് വിശ്വസിക്കേണ്ടത്. ഉത്തമ തലമുറ സ്വഹാബികൾ, താബികൾ, തബൗ താബിയങ്ങൾ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന അലൽ അസർ സുമ്മല്ലദീന അലൽ അസർ, അവരെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. അൽ ജമാഅത്ത് എന്നാൽ സ്വഹാബികളാണ്. അഹ്ലുൽ ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ പിൻപറ്റുന്നവർ. അതിന്റെ മറ്റൊരു പേരാണ് സലഫികൾ. സലഫിനെ പിൻപറ്റുന്നവർ. സലഫ് എന്ന് പറഞ്ഞാൽ പൂർവികൻ. ആരാ പൂർവികൻ? നബി വളർത്തിയ സ്വഹാബികൾ. അല്ലാതെ ഇന്ന് കുറെ സലഫി എന്ന് പേരിട്ട് നടക്കുന്ന ആൾക്കാരല്ല സലഫികൾ. സലഫ് ആകണമെങ്കിൽ എന്ത് വേണം? സ്വഹാബികളുടെ ദീന് പഠിക്കണം, താബിഈങ്ങളുടെ ദീന് പഠിക്കണം, അവരുടെ ജീവിതം പഠിക്കണം, അവരുടെ ചരിത്രം പഠിക്കണം, അത് സ്വഹീഹായത് പഠിക്കണം. എന്നിട്ട് അതിലൂടെ അതിനെ അവലംബിക്കുന്നവർ ആരാണോ, അത് സ്വന്തം ജീവിതത്തിലേക്ക് അനുകരിക്കുന്നവർ ആരാണോ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പേര് മാത്രമല്ല, ബോർഡ് മാത്രം. അകത്ത് കയറിയാൽ സുന്നത്തിന് പകരം ബിദ്അത്താണ്, അൽ ജമാഅത്തിന് പകരം ഖുറാഫാത്താണ്. അങ്ങനെ അഹ്ലുൽ ബിദ്അ വൽ ഖുറാഫാത്ത് എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് ഇന്ന് അഹ്ലുസ് സുന്ന വൽ ജമാഅ.
വലിയ സങ്കടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില നാട്ടിലൊക്കെ ഉണ്ട്, പല്ലില്ലാത്തവരെ പല്ലെന്ന് വിളിക്കും. ഇതുപോലെ സുന്നത്തില്ലാത്തവനെ സുന്നി എന്ന് വിളിക്കുന്ന നാടാണ് നമ്മുടെ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് ശരിക്കും ആരാണ്? ഈ തസവുഫിനെ ന്യായീകരിക്കുന്ന പുരോഹിതന്മാരാണ്. എന്നാൽ ഖുർആനിലോ സുന്നത്തിലോ ആധികാരിക തഫ്സീറുകളിലോ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലോ പൂർവികരിലോ ഈ തരീഖത്തുകാർ കൊണ്ടു നടക്കുന്ന, പിഴച്ച വിശ്വാസക്കാർ കൊണ്ടു നടക്കുന്നതിനൊരു പ്രമാണവും കിട്ടുകയില്ല. തൗഹീദിന്റെ അത്യുന്നത പദവിയിലെത്തിയത് ആരാ? സ്വഹാബികളാണ്. അവർ നമ്മൾ സൂഫികളുമായി ഏതെങ്കിലും ഗാഹിൽ ചെന്നിരുന്നവരാണോ? ഒരിക്കലുമല്ല. അതേപോലെ സഹാബ കിറാം അവരാരും ഇങ്ങനെ തൗഹീദിനെ വ്യാഖ്യാനിച്ച് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദ് അള്ളാഹുവിന്റെ റസൂലിലും സ്വഹാബത്തിലും തന്നെയാണ് കാണുക. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ മനുഷ്യർ ആ ഇൻസാനുൽ കാമിൽ ആരാണ് എന്ന് വിശദീകരിച്ച് നമ്മുടെ നാട്ടിൽ എഴുതി നോക്കൂ. നമ്മുടെ ഈ പരിസരത്തുള്ള ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അള്ളാഹു അവതരിച്ചിട്ടുമില്ല, അയക്കപ്പെട്ടിട്ടുമില്ല, അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട്. അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്. അതിനാൽ അവർ ആരാധിക്കുന്നതും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അല്ല. എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനെ ആയി വരും. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെ. അവരുടെ ഉദ്ദേശവും നിയ്യത്തും എന്തായാലും കുഴപ്പമില്ല. ആരാധന അള്ളാഹുവിന് തന്നെയായി വരും. നേരത്തെ പറഞ്ഞ ഇമാം ജിയേലിയുടെ ഈ നാട്ടിലെ എല്ലാ പുരോഹിതന്മാരും അംഗീകരിക്കുന്ന ഇമാമാണ്. അയാളുടെ ഇൻസാനുൽ കാമിലിനെ നമ്മുടെ നാട്ടുകാരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത. വിഗ്രഹത്തെ ആരാധിച്ചാൽ പോലും അത് അള്ളാഹിനെ തന്നെ ആരാധിക്കൽ. വിഗ്രഹം അള്ളാഹിന്റെ സൃഷ്ടിയാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ തന്നെ ഭാഗമാണ്. നഅൂദു ബില്ലാ. പിന്നെ ജാറപൂജയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ പോലും ശിർക്ക് വരില്ല എന്ന് പഠിപ്പിക്കുന്ന ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നല്ല ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്നേ ഉള്ളൂ. ഈ എഴുതിയ അർത്ഥത്തിലാണ് ഒരാൾ വിഗ്രഹാരാധന നടത്തുന്നെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ബാക്കവിമാരും സഖാഫിമാരും നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇനി ഇവര് പാടുന്ന ഈ തരീഖത്തുകാർക്ക് കുത്തുബിയത്ത് നടത്തുന്നവർക്ക്, ഖാദിരി തരീഖത്തിന്റെ ആളുകൾക്ക് കുത്തുബിയത്താണ് മെയിൻ. കുത്തുബിയത്തിലൂടെ മുസ്ലിയാക്കന്മാർക്ക് വലിയ ബിസിനസ്സാണ്. ഭക്ഷണം മാത്രമല്ല, നല്ല ഭക്ഷണവും കിട്ടും, നല്ല കാശും കിട്ടും. അതുകൊണ്ട് പതിവായും കുത്തുബിയത്ത് നടത്താൻ താല്പര്യം കാണിച്ചു നടക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. കുത്തുബിയത്തിലെ ഏതെങ്കിലും ഒരു 4 വരി നിങ്ങൾ എടുത്തൊന്ന് വായിച്ച് അതിന്റെ അർത്ഥം അവരെ കൊണ്ട് പറയിക്കുക. കുത്തുബിയത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ പോവില്ല. കുത്തുബിയത്ത് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരുള്ള കുത്തുബിയത്തിന്റെ കിതാബ് അത് തൊട്ടാൽ കൈ കഴുകണം, കുളിക്കണം, ഇസ്ലാമെന്ന് പുറത്തു പോകും. ആ വിശ്വാസം ഞാൻ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ. എന്താ കേട്ടോ? യാ കുത്തുബ അഹ്ലിസ്സമാഇ വൽ അർളി ഗൗസഹുമ, ആകാശഭൂമികളിലുള്ളവരുടെ കുത്തുബായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള മൊയ്തീൻ ഷെയ്ഖെ, ആകാശത്തിലും ഭൂമിയിലുമുള്ള ആളുകൾക്കെല്ലാം അവർ ചോദിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവനെ. അള്ളാഹിനെ പറ്റിയല്ല, ആരെന്ത് വിളിച്ചു ചോദിച്ചാലും സഹായം ചെയ്യുന്നവരാരാ? അബ്ദുൽ ഖാദർ ജീലാനി. എന്നിട്ട് പറയാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമ, അരുവിയും മഴയും വെള്ളവും ഒക്കെ ഒഴുക്കിത്തരുന്ന, എന്നിട്ട് എല്ലാവർക്കും അവർ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനി. യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമ, നീ 2 അലിമാരുടെ മക്കളാണ്. ഒന്ന് അലി ബിൻ അബി ത്വാലിബ്, ഒന്ന് ഉയർന്ന ആൾ നിലക്ക് മുഹമ്മദ് നബി. ഒരലി മുഹമ്മദ് നബിയാണ് ഉയർന്നവൻ, രണ്ടാമത്തെ അലി ബിൻ അബി ത്വാലിബ്. മുഹമ്മദ് നബിയുടെയും അലിയുടെയും പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ് സങ്കല്പം. അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടോ അല്ലെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം. ഏതായിരുന്നാലും ശരി, അങ്ങനെ 2 അലിമാരുടെ മകനായ അവരുടെ പാരമ്പര്യം, അനന്തര സ്വത്ത്, അത് ഇൽമാണ്, അത് കാത്തു സൂക്ഷിക്കുന്ന പിന്നെ ശൈഖ് അവറുകളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി യാ ഔസൽ അഅ്ലമി കുല്ലദ്ദഹരി വൽ ഹീനി, വിളിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട, ലോകത്ത് പലരും പലരെയും വിളിക്കാറുണ്ട്, പല ശൈഖുമാരെയും വിളിക്കാറുണ്ട്, പല ബീവിമാരെയും വിളിക്കാറുണ്ട്. എല്ലാ ശൈഖുമാരുടെയും ശൈഖായ, എല്ലാ ബീവിമാരുടെയും ശൈഖായ മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെ എല്ലാ സമയത്തും മഹത്തായ സഹായം ആരെവിടുന്ന് വിളിച്ചാലും ഉത്തരം നൽകുന്ന അവറുകളെ. ഇതാണ് കുത്തുബിയത്തിലുള്ളത്. നിങ്ങൾ കുത്തുബിയത്ത് എല്ലാവരും ചോറുന്നും അതിന്റെ ബീഫിന്റെ രുചി മാത്രം ഓർത്താ പോരാ. ഈ സാധനം അതിനുള്ളത് വിഷം, പച്ച വിഷം. എത്ര വീട്ട് കുത്തുബിയത്ത് കഴിക്കുന്നുണ്ട് അല്ലേ? ഇന്നലെ എന്റെ തൊട്ടടുത്ത വീട്ടില് കുത്തുബിയത്തുണ്ട്. എന്താ സംഭവം? ഹജ്ജിന് പോവാണ് വീട്ടുകാർ. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കുത്തുബിയത്ത് കഴിക്കുക. പിന്നെ എന്തിനാ ഹജ്ജിന് പോണ്? കുത്തുബിയത്ത് കഴിക്കുന്നതിന് എന്തിനാ ഹജ്ജിന് പോണത്? ഹജ്ജ് തുടക്കം മുതൽ തീരുന്നവരെ തൗഹീദാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആദർശമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്,
നിന്റെ വിളിക്ക് നിനക്ക് പങ്കുകാരില്ല, നിന്റെ വിളിക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് റബ്ബിന് മാത്രം വിളിച്ച് മറ്റൊരാളെയും വിളിക്കില്ല, നിനക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഹജ്ജിന് പോകേണ്ട, ദിക്ർ ചൊല്ലി ഹജ്ജിന് പോകേണ്ട, തൽബിയത്ത് ചൊല്ലി ഹജ്ജ് നിർവഹിക്കേണ്ട ഒരു ഹാജി ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് മൊയ്തീൻ ശൈഖിനെ വിളിക്കാം. പ്രാർത്ഥിക്കുമ്പോഴേക്ക് ഉത്തരം തരുന്ന ശൈഖ എന്ന് വിളിച്ചിട്ട്, ശൈഖ എന്റെ എന്തൊക്കെ ചെല്ലാൻ പോണ്, നരകത്തുനിന്ന് മോചനം തരണേ, രോഗം മാറ്റിത്തരണേ, ഹിദായത്ത് ഒക്കെ മൊയ്തീൻ ശൈഖാണ് ചോദിക്കുന്നത്. റബ്ബിനോട് ചോദിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും. അപ്പോൾ ഇത് കേവലം ഒരു തരീഖത്തുകാരന്റെ വിശ്വാസമല്ല, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ വിശ്വാസം ഇതാണ്. ഇത് തിരുത്തി കൊടുക്കേണ്ട പണ്ഡിതന്മാർ ഈ ശിർക്കിലൂടെ ഉപജീവനം നടത്തുന്ന, ജാറങ്ങളിലൂടെ ഓരോ മാസവും 2 കോടിയും 3 കോടിയും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുണ്ട്. ഇത്രയും കോടികൾ വരുമാനമുണ്ടാക്കുന്ന ജാറങ്ങൾ. നമുക്കവർ കോടി ഉണ്ടാക്കുന്നതിനോടുള്ള വെറുപ്പല്ല, അസൂയയുമല്ല, പിന്നെ നമ്മുടെ ദീന് കളഞ്ഞ് ഇവിടുത്തെ ബഹുജനങ്ങളെ നരകത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ സ്വന്തം ജീവിതവും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രമാണങ്ങൾ പഠിക്കാതെ ദീനിനെ യഹൂദ ക്രൈസ്തവരെ പോലെ തന്നെ വികൃതമാക്കുകയും കച്ചവടമാക്കുകയും ചെയ്തു. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. പണ്ഡിതന്മാരിലെയും പുരോഹിതന്മാരിലെയും ഭൂരിപക്ഷവും തീർച്ചയായും ബഹുജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്നു. ഖുത്ബിയത്തിന്റെ പേരിൽ തിന്ന, ജാറങ്ങളുടെ പേരിൽ തിന്നുക, വരുമാന മാർഗം. നഊദു ബില്ലാ. ദീനിനെ കച്ചവടം ചെയ്യുന്ന ഈ പൗരോഹിത്യത്തെ നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവേ, ശരിയായ തൗഹീദിൽ മരണം വരെ നീ ഞങ്ങളെല്ലാം അടിയുറപ്പിച്ചു നിർത്തണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫൗസീകും സാനിയും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തരീഖത്തുകാർ അള്ളാഹുവെ സംബന്ധിച്ച് എത്ര പിഴച്ച വിശ്വാസത്തിലാണുള്ളത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കുന്നു. അതിന്റെ ഭാഗമായി റസൂലുമാർക്ക് പോലും ഈ ഔലിയാക്കന്മാരുടെ പദവി ഇല്ല എന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഷിയാക്കൾ അങ്ങനെയാണ്. ഇമാമുകൾ റസൂലിനേക്കാളും വലുത്. അവർ 12 ഇമാമുകളിൽ വിശ്വസിക്കുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹു മുതൽ ഇനിയും വരാനിരിക്കുന്നു എന്നവർ പ്രതീക്ഷിക്കുന്ന ഒരു മഹദി മുൻതദറുണ്ട്, കാത്തിരിക്കുന്ന മഹദി. അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ 12 ഇമാമുകൾ, അവർക്ക് മുഹമ്മദ് നബിയേക്കാൾ പദവിയുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. സൂഫികളുടെ തരീഖത്തുകാരുടെ വലിയ നേതാവാണ് ബസ്താമി. ഈ ബസ്താമി പറയാണത്, ഖുൽനാ ബഹറൻ, ഞങ്ങൾ ഈ ഔലിയാക്കന്മാര് ശൈഖുമാര് സമുദ്രങ്ങളിലൂടെ ഊളിയിട്ട് പോയിട്ടുണ്ട്. വഖഫൽ അംബിയാഉ ബിസാഹിലിഹി, അംബിയാക്കൾ ഇപ്പോഴും അതിന്റെ തീരത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഊളിയിട്ട സമുദ്രത്തിന്റെ തീരത്ത് നിൽക്കാനേ ആർക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ? അമ്പിയാക്കൾക്ക് അവസരം കിട്ടിയിട്ടില്ല. അമ്പിയാക്കൾ തീരത്താണ്, ഞങ്ങൾ അതിൻ്റെ ഉള്ളിലെത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിടത്തോളമുള്ള അള്ളാഹുവിന്റെ ഉൾസാര രഹസ്യങ്ങളൊന്നും അമ്പിയാക്കൾക്ക്, അവർക്ക് വഹി കിട്ടിയത് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് അതിനപ്പുറത്ത് ആഴങ്ങളിലേക്ക് ചെന്നുള്ള അറിവുണ്ട്. ഇത് ഏറ്റവും ചുരുങ്ങി. ഈ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്ത തരീഖത്തുകാർ പരസ്പരം കാഫറാക്കും കേട്ടോ. ഖദരി തരീഖത്തും ചിശ്തി തരീഖത്തും നൂർഷാ തരീഖത്തും ഒരുപാട് തരീഖത്തുകളുണ്ട്. തീജാനി തരീഖത്ത്, ദസൂക്കി തരീഖത്ത്. തരീഖത്തിന്റെ പേര് വലുതാണ്, എല്ലാത്തിന്റെയും ആധാരം ഈ വഹദത്തുൽ വജൂദ് തന്നെയാണ്. പരസ്പരം അവർ കളവാക്കുന്നവരും കള്ളത്തരീഖത്തുകാരെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഓരോരുത്തരരികിൽ പോയി വിശ്വാസം പഠിച്ച ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. അതിൻ്റെയൊക്കെ ആധാരം ഞാൻ ഈ പറഞ്ഞതാണ്. റസൂലുമാരെ തള്ളിക്കളയും, എന്നിട്ട് ശൈഖുമാരെ ആ സ്ഥാനത്ത്. മനസ്സിലായി? ഇവിടെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ചിലർക്ക് തോന്നും ഇവര് ഖബർ പൂജകരെ പോലെ അത്ര മോശമല്ലല്ലോ നമ്മൾ വിചാരിക്കും. അതിനേക്കാളും മോശമാണ്. അവര് പ്രചരിപ്പിക്കുന്ന കിതാബുകൾ തൗഹീദിന്റെ മഹത്വങ്ങൾ മാത്രം അവർക്ക് കിതാബായിട്ടില്ല. നിസ്കാരത്തിന്റെ മഹത്വമുണ്ട്, സദക്കയുടെ മഹത്വമുണ്ട്, ഖുർആന്റെ മഹത്വമുണ്ട്, റമദാന്റെ മഹത്വമുണ്ട്, അപ്പൊ ഹജ്ജിന്റെ മഹത്വങ്ങളുണ്ട്. ഇതൊക്കെ വിചാരിക്കും നമ്മളെന്ത് വിചാരിക്കും? തർക്കമില്ല. എടുത്തു നോക്കിയാൽ മറിച്ചു നോക്കിയാൽ ഖുർആൻ ആയത്തുകൾ, പിന്നെ ഹദീസുകൾ. ഹദീസുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്വഹീഹും ദഈഫൊന്നും വേർതിരിക്കൂല. ആയിക്കോട്ടെ, ഇതാണ് ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്ത. ഖുർആനൊക്കെ ശരിയാണ്, ഹദീസുകൾക്കിടയിൽ വന്ന സ്വഹീഹ് ഹദീസുകൾ ശരിയാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ദിക്റിന്റെ മഹത്വങ്ങൾ എന്ന കിതാബ് ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണുകയാണ്, നമ്മൾ മുറബ്ബിയായ ഒരു ഷെയ്ഖിന്റെ മുരീദായിരിക്കൽ വാജിബാണ്. തബിലിയാരം പഠിപ്പിക്കാൻ. ഇത് എവിടുത്തെ തത്വം? മുറബ്ബിയായ ഒരു ഷെയ്ഖ്. എന്നിട്ട് പറയുന്നതാണ്, ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരാൾ മുന്നിൽ മയ്യത്ത് എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു ഷെയ്ഖിന്റെ മുന്നിൽ നമ്മൾ ഇരിക്കണം. ചോദിക്കാൻ പാടില്ല എന്താണ്. ഇപ്പൊ റമദാൻ മാസത്തിൽ ഷെയ്ഖ് ബീഡി വലിക്കുന്നുണ്ടാൽ നിങ്ങൾ എന്താ ബീഡി വലിക്കുന്നത് ചോദിക്കാൻ പാടില്ല. പരസ്യമായിട്ട് ഞാൻ റമദാൻ മാസത്തിൽ ബീഡി വലിക്കലുണ്ട്, നോമ്പ് വിൽക്കുന്നവരെ നോമ്പ് മുറിപ്പിച്ച് ഒരാൾ നമ്മളെ വലിയ ശേഖന്മാരായിട്ട് ഇപ്പൊ കൊണ്ടുനടക്കുന്നത്. പടച്ചോ എന്നൊക്കെ വിളിക്കുന്ന ആ ജാതി ആൾക്കാരാണല്ലോ. ഇവർ പറയാണ് ശേഖന്മാർ അങ്ങനെ പലതും ചെയ്യും, കള്ളും കുടിക്കും, അവരെ വയറ്റിലെത്തുമ്പോൾ അത് പാലായിക്കോളും. നഊദുബില്ല. എന്തൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട്. അന്ധവിശ്വാസം എങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യാതെ ശേഖനെ അംഗീകരിച്ചോളും.
ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുന്നിൽ മയ്യത്ത് എങ്ങനെയാണോ, മയ്യത്തിനെ അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞുക്കും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞുക്കും, കമിഴ്ത്തിയാൽ കമിഴ്ന്നിരിക്കും, ഇരുത്തിയാൽ ഇരിക്കും. അല്ലാതെ സ്വന്തമായിട്ട് ഇതുപോലെ ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനോട് നിങ്ങൾ കണ്ണും ചുമ്മിയിരിക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരാളെ മുന്നിലെ ചോദ്യം ചെയ്യാതിരിക്കേണ്ടത് റബ്ബിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദ്യമല്ല, നമുക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ള പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നത് സ്ഥിരപ്പെട്ടാണെങ്കിൽ നമ്മളത് പ്രവർത്തിക്കും. നബിചര്യയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവർ നബിയിൽ നിന്ന് നമ്മളെ എങ്ങോട്ട് മാറ്റി? ഈ ശൈഖുമാരിലേക്ക് മാറ്റി. തരീഖത്തിന്റെ ഏറ്റവും വലിയ അപകടങ്ങളിൽ രണ്ടാമത്തേത് അതാണ്. ഒന്ന്, വിശ്വാസം പേച്ചു. തൗഹീദിന്റെ സ്ഥാനത്ത് അദ്വൈതം കൊണ്ടുവന്നു. സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ എന്ന് പഠിപ്പിച്ചു. രണ്ടാമതായി അവർ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിപത്ത്, അമ്പിയാക്കൾക്ക് പോലും ഷെയ്ഖുമാരുടെ മർത്തബയിലേക്ക് എത്താൻ പറ്റുകയില്ല. പിന്നെ ഷെയ്ഖുമാർക്കൊന്നും ഇമാമ് നിൽക്കാൻ പറ്റിയ യോഗ്യത ആരും പെടല്ല. അതുകൊണ്ട് തന്നെ തരീഖത്തിന്റെ ഷെയ്ഖുമാരെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. പള്ളിയിലൊന്നും പോലെ ഈ വെള്ളിയാഴ്ച ജുമുഅ നടക്കുമ്പോൾ പോലും അതിനേക്കാൾ കൂലി ഷെയ്ഖിന്റെ മഹലറിൽ വന്നിരുന്നാൽ, സന്നിധിയിൽ വന്നിരുന്നാലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വടകരയും പരിസരത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. ജുമുഅക്ക് പോകുന്നതിനേക്കാൾ കൂലി ഷെയ്ഖിന്റെ മഹലറിൽ ഇരുന്നാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഈ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ജുമുഅക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്തെന്ന് വെച്ചാൽ, ഇവർ പള്ളിയിൽ പോകാത്തതിന് കാരണം പറഞ്ഞറിയോ? പെരിന്തൽമണ്ണ ഒരു ഷെയ്ഖിനെ പറ്റി കേട്ടു. അപ്പൊ നിങ്ങളെ ഷെയ്ഖ് പള്ളിയിൽ പോയല്ല, നിങ്ങളെ മുരീദന്മാരെന്നെ പറയുന്നുണ്ടല്ലോ എന്ന് വെച്ചപ്പം അയാൾ പറയാണെന്ത്, അയാൾക്ക് ഇമാം നിൽക്കാൻ യോഗ്യതല്ല. ആരാ അവിടെ ഉള്ളത്? അയാൾക്ക് ഇമാമ് നിൽക്കാൻ പറ്റിയ ആരും ഇവിടെ അല്ല. മനസ്സിലായില്ല? അവിടെ ഇവിടെ പള്ളിയിലത്തെ ഇമാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് അവരൊറ്റക്ക് നിസ്കരിച്ചോളൂ. നഊദു ബില്ലാഹ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഇബാദത്തുകളെ കൊച്ചാക്കുന്ന, പരിഹസിക്കുന്ന, ദീനിനെ ജൂദായിസമാക്കി മാറ്റിയ തെമ്മാടികളുടെ ഒരു സങ്കേതമാണ്, അവരുടെ വിഹാര രംഗമാണ് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ പ്രമുഖ തരീഖത്തുകളും ചെറിയ തരീഖത്തുകളും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഗുരുതരമായ ഒരുപാട് വിശ്വാസദോഷങ്ങൾ വേറെയും അവർക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ദീന് ക്ലിയർ ആക്കണം. അള്ളാഹുവിൽ മാത്രം അർപ്പിക്കണം, അവനിൽ മാത്രം ഭരമേൽപ്പിക്കണം. അള്ളാഹുവിന് പകരം സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകുന്നവരെ തിരിച്ചറിയണം. അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കണം. പണ്ഡിതന്മാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീൻ ഉൾക്കൊള്ളാം. അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്ന, വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, വീട്ടിലും ഹോസ്പിറ്റലുകളുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണമായ തുറവി പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين.